Good morning. Good morning. Okay, start here. So the last class we have seen the different substitution techniques, that is safer, caser cipher, hill cipher, mono alphabetic cipher and playfair cipher. എല്ലാവർക്കും ഇത് ഓക്കെ അല്ലേ? And today we are going to discuss another method, polyalphabetic cipher. So in case of polyalphabetic cipher, the relationship between a character in the plain text to the character in the cipher text is one to many. That is, each occurrence of a character may have different substitute. Okay, that means in case of monoalphabetic cipher, for example, here is the plain text A B A A B A. Okay, so ഞാൻ R വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റിൽ എവിടെയൊക്കെ വരുന്നു അവിടേക്ക് എന്താണ് ആർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതാണ് മോണോ ആൽഫബറ്റിക് സിഫർ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് പോളി ആൽഫബറ്റിക് സിഫറിൽ സപ്പോസ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് എ ബി എ. സപ്പോസ് ഞാൻ എൻ എന്താണ് ആർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു, ബട്ട് എനദർ എൻ എന്താണ് ആർ വെച്ചിട്ടായിരിക്കില്ല റീപ്ലേസ് ചെയ്യുന്നത്, വേറൊരു ലെറ്റർ വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ക്യാരക്ടർ ഇൻ ദ പ്ലെയിൻ ടെക്സ്റ്റ് ടു ക്യാരക്ടർ ഇൻ ദ സിഫർ ടെക്സ്റ്റ് ഈസ് വൺ ടു മെനി. ഓക്കെ, മോണോ ആൽഫബറ്റിന്റെ കേസ് എന്തായിരിക്കും, അവിടുത്തെ റിലേഷൻഷിപ്പ് എന്താണ് വൺ ടു വൺ ആയിരിക്കും. 1 to 1. Here the relationship is 1 to many. Okay, then polyalphabetic cipher ഒരു എക്സാമ്പിൾ ആണ് വിഗ്നേഴ്സ് സിഫർ. Wigner's cipher. Okay, so here the encryption of original text is done using Wigner's square or Wigner's table. Okay, so Wigner സിഫറിന്റെ കേസിൽ നമ്മൾ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത് ഒരു വിഗ്നേഴ്സ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, so this is the Wigner's table. Okay, so first Wigner's table rows എന്തായിരിക്കും A to Z letters ആയിരിക്കും and column again A to Z ആയിരിക്കും. Okay, then first row fill ചെയ്യേണ്ടത് A B C D up to Z. Okay, and the second row started with V. We'll start in B C D E, then Z കഴിഞ്ഞാൽ എന്തായിരിക്കും A യുടെ റൈറ്റ് ടൈം. And third row start with C C D E F G. So ഇതുപോലെ നിങ്ങൾ വിഗ്നേഴ്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഫസ്റ്റ് വിഗ്നേഴ്സ് സിഫറിൽ the encryption is based on Wigner's table. Okay, now ഒരു എക്സാമ്പിൾ നോക്കാം. Here the example of polyalphabetic substitution, that is Wigner's cipher. Okay, so our plain text is we are discovered, save yourself. We are discovered, save yourself. So the key is deceptive. Keyword is deceptive. നമുക്കറിയാം എൻക്രിപ്ഷൻ ആണെങ്കിൽ ഒരു കീ വേണം, റൈറ്റ്?
സോ ഇവിടെ കീവേഡ് എന്താണ്? ഡിസെപ്റ്റീവ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഔട്ട്. ഇതാണ് അവർ പ്ലെയിൻ ടെക്സ്റ്റ്. സോ ഈ രണ്ട് കേസിൽ നോക്കി, ഇവിടെ കീയുടെ ലെങ്ത് എത്രയാണ്? 1 2 3 4 5 6 7 8 9. ഓക്കെ, ദെൻ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ലെങ്ത് എന്താ? കീയുടെ ലെങ്തിനേക്കാളും കൂടുതലാണ്, 28 ആണ് ഇവിടുത്തെ ലെങ്ത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കീ സൈസും പ്ലെയിൻ ടെക്സ്റ്റ് സൈസും ഈക്വലൈസ് ചെയ്യാം. Okay, so key size is less than plain text size, so we want to equalize key size and plain text. Okay, so എങ്ങനെ ഈക്വലൈസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കീനെ റിപ്പീറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, ദ ഡിസെപ്റ്റീവ് ഡിസെപ്റ്റീവ് ഡിസെപ്റ്റീവ്. ഓക്കെ, അതായത് കീനെ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് എഴുതും. എന്തിനാ വേണ്ട? കീ സൈസും പ്ലെയിൻ ടെക്സ്റ്റ് സൈസും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? അഭിനവ്, റൈസ, വിഷ്ണു, ഓക്കെ. സോ നമുക്ക് എങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ രണ്ട് വേർഡ് മാത്രമാണ് റൈറ്റ് ചെയ്യുന്നത്. ഈസ് ടി, പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് വി. സോ അവർ കീ DE, plain text WE. Okay, so ഈ ഒരു ടേബിൾ എക്സ് ആക്സിസ് ഫോർ എൻക്രിപ്ഷൻ, എക്സ് ആക്സിസിൽ ഇതെന്തായിരിക്കും? കീ ആയിരിക്കും. ഫോർ എൻക്രിപ്ഷൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഫോർ എൻക്രിപ്ഷൻ എക്സ് ആക്സിസ് ലെറ്റർ is key and y axis letter is plain text. It's a plain text. And the cell value x y is the ciphertext. Cell value is the ciphertext. Okay, this one x, this is a y. എന്താ പറയുന്നത്? എക്സ് ആക്സിലേറ്റർ എന്താണ്? കീ ആണ്. വൈ ആക്സിലേറ്റേഴ്സ് എന്താണ്? പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. സോ ഫസ്റ്റ് ഹിയർ കീ ഇസ് എ ഡി, റൈറ്റ്? സോ ഇത് ഡി. ദെൻ our plain text is w, right? So എവിടെ w ഉള്ളത്? Here is the w. The corresponding cell value നോക്കി, set, right? First ciphertext എന്താ? Ciphertext set. Okay, the next key E and plain text is E. So here the E, plain text is E. So ciphertext is I. Okay, so this is the ciphertext of the plain text V. Set I. നിങ്ങൾ ഓർക്കുക, വിറ്റ്നസ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത്. അതിൽ എക്സ് ആക്സിസ് ലെറ്റർ ഈസ് ദ കീ ആൻഡ് വൈ ആക്സിസ് ലെറ്റർ ഈസ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് ദ സെൽ വാല്യൂ എക്സ് വൈ ദ സിഫർ ടെക്സ്റ്റ്. The next, for the decryption y axis value is the key. Y axis the value is the key. Decryption കേസിൽ y axis ആണ് key. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. Our cipher text is set I and the key is DE. Is the DE. We want to find the plain text. ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈ എക്സിലെ വാല്യൂ ആണ് എന്ത്? കീ എന്ന് പറയുന്നത്. ഫസ്റ്റ് കീ എന്താ? ഡി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഡി റോ ചെക്ക് ചെയ്യാണ്. സോ അവിടെ എവിടെയാണ് സെറ്റിൽ നോക്കുന്നു ചെക്ക് ചെയ്തേ? ഈ റോ നോക്കുക. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദ ഒക്കറൻസ് ഓഫ് ദി സെറ്റ്.
സെറ്റ് ഇവിടെയാണ് ഒക്കർ ചെയ്യുന്നത്, റൈറ്റ്? പിന്നെ കറസ്പോണ്ടിങ് കോളം നോക്കിയേ, വാല്യൂ ഇസ് W. Okay, and the next key E. So here is the row. ആ റോയില് എവിടെയാണ് I ഒക്കർ ചെയ്യുന്നത്? I ഇവിടെ ഒക്കർ ചെയ്യുന്നു അല്ലേ? കറസ്പോണ്ടിങ് കോളം വാല്യൂ നോക്കിയേ, E. So this is the plain text of this ciphertext ZI. Is it clear? Is it clear? Polyalphabetic substitution. So example ആണ് the Wigner cipher. Okay ആണോ? Doubt ഉണ്ടോ? അനഘ, അഞ്ജലി, അനുഗ്രഹ്, അതിൻ, മസ്ന. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും കേസിൽ എക്സ് ആക്സിസ് വാല്യൂ എന്താണ്, വൈ ആക്സിസ് വാല്യൂ എന്താണ്. Okay, so the next, write on the question. Use auto key system of Wigner cipher. Use auto key system of Wigner cipher to encrypt the message. Meet me after the talker party using the key largest. Okay. So ഇവിടെ എന്താ നിങ്ങൾ plain text എന്താ? Your plain text is meet me after the toga party and your keyword is largest. Okay, ഫസ്റ്റ് എന്ത് വേണം? ഈക്വലൈസ് ചെയ്യണം അല്ലെ? കീവേഡ് ലെങ്ത്തും പ്ലെയിൻ ടെക്സ്റ്റ് ലെങ്ത്തും ഈക്വലൈസ് ചെയ്യാം. അപ്പൊ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്? കീവേഡിനെ റിപ്പീറ്റ് ചെയ്യും അല്ലെ? ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യും. ബട്ട് ഹിയർ യു ക്യാൻ സീ ദ വേർഡ് ഓട്ടോ കീ സിസ്റ്റം. ഓട്ടോ കീ സിസ്റ്റം മീൻസ് ഹിയർ നമ്മൾ കീ എന്ത് ചെയ്യും? ഒരു ടൈം മാത്രമേ യൂസ് ചെയ്യും. ഈസ് ഓൺലി യൂസ്ഡ് വൺ. ദെൻ പിന്നെ എങ്ങനെ ഈക്വലൈസ് ചെയ്യും? ദെൻ നമ്മളിവിടെ എന്ത് റൈറ്റ് ചെയ്യുന്ന വെച്ചാൽ പ്ലെയിൻ ടെക്സ്റ്റ് റൈറ്റ് ചെയ്യും. പ്ലെയിൻ ടെക്സ്റ്റ് റൈറ്റ് ചെയ്യും. ദെൻ എന്തിനാ റൈറ്റ് ചെയ്യുന്നത്? കീവേഡും പ്ലെയിൻ ടെക്സ്റ്റും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഓട്ടോ കീ സിസ്റ്റം ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്താണ് കീ റിപ്പീറ്റ് ചെയ്ത് എഴുതരുത്, വൺ ടൈം എഴുതുക. ദെൻ റിമൈനിങ് പ്ലേസസ് എന്താ? പ്ലെയിൻ ടെക്സ്റ്റ് വെച്ചിട്ട് റൈറ്റ് ചെയ്യാം, ഫില്ല് ചെയ്യാം, ഈക്വലൈസ് ആവുന്നത് വരെ. പ്ലെയിൻ ടെക്സ്റ്റിന്റെയും കീവേഡിന്റെയും സൈസ് ഈക്വലൈസ് ആകുന്നവരെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ പാർട്ട് ഇവിടെ എഴുതാം. ഓക്കെ, ദെൻ ബാക്കി പ്രൊസീജിയർ എന്തൊക്കെയാണ്? സെയിം ആണ്. വിഗ്നേഴ്സ് ടേബിൾ യൂസ് ചെയ്യുക, ദെൻ എൻക്രിപ്റ്റ് ചെയ്യുക. So this is the answer of this question. The plain text and keyword. This is a ciphertext. നിങ്ങൾ PPT റെഫർ ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? And next method is one-time pad. One-time pad. Okay, so this is the substitution technique. So here, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു റാൻഡം കീ ആണ് യൂസ് ചെയ്യുന്നത്. റാൻഡം കീ, ദാറ്റ് ഈസ് റാൻഡം കീ എന്ന് വെച്ചാൽ എന്താ? ഒരു കീ നിങ്ങൾ യൂസ് ചെയ്യും, ആ കീ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും?
ഡീക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യും, ദെൻ അതിനെ ത്രോ ചെയ്യും. വൺ ടൈം യൂസ് ആണ് ഇവിടെ, അതാണ് വൺ ടൈം പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കീ സൈസും മെസ്സേജ് സൈസും ഈക്വൽ ആകണം. അപ്പൊ നമ്മൾ കീ ചൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, എന്താണോ മെസ്സേജിന്റെ സൈസ് സെയിം സൈസ് ആയിരിക്കണം എന്ത് കീയും. ദാറ്റ് ഈസ് ദ കീ നീഡ് നോട്ട് ബി റിപ്പീറ്റഡ്. വിറ്റ്നസ് സിഫറിന്റെ കേസിൽ എന്താ, പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് കീ സൈസ് ഈക്വൽ ആവാൻ വേണ്ട കീനെ റിപ്പീറ്റ് ചെയ്യും. ബട്ട് ഇവിടെ എന്താണ്, കീനെ റിപ്പീറ്റ് ചെയ്യില്ല. പ്ലെയിൻ ടെക്സ്റ്റ് എന്താണോ സൈസ് സെയിം സൈസുള്ള കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, your plain text is A, B, C, D, E, F. Key is P, Q, R, S, T, U. Okay, same സൈസിലുള്ള കീ ആണ് യൂസ് ചെയ്യുന്നത്. Then എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യും, യൂസിങ് വിറ്റ്നസ് ടേബിൾ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, കീ സൈസും മെസ്സേജ് സൈസ് ഇവിടെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഡ്രോബാക്ക് എന്തായിരിക്കും? എന്തായിരിക്കും ഡ്രോബാക്ക്? എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഈ ഒരു മെത്തേഡിലുണ്ടോ? Any drawback? ഓക്കെ, ഡ്രോബാക്ക് എന്ന് വെച്ചാൽ എന്താണ്, സെൻഡർ എന്ത് ചെയ്യണം, ഈ പ്ലെയിൻ ടെക്സ്റ്റും ആ കീ മാർക്ക് സെൻഡ് ചെയ്യണം, റിസീവറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ റിസീവർ ആ ഒരു കീ വെച്ചിട്ടായിരിക്കും ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. ദെൻ വേറൊരു എന്ന് വെച്ചാൽ എന്താണ്, പ്ലെയിൻ ടെക്സ്റ്റ് എത്ര സൈസ് ആണ് അത്രയും സൈസിലുള്ള കീ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. റൈറ്റ്, ചെറിയ പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ ഓക്കെ, ബട്ട് പ്ലെയിൻ ടെക്സ്റ്റിന്റെ ലെങ്ത് വലുതാണെങ്കിൽ അത്രയും വലിയ കീ യൂസ് ചെയ്യണം. അതെന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. ആ കീ സേഫ് ആയിട്ട് ആർക്കും കൂടി സെൻഡ് ചെയ്യണം, റിസീവറിനും കൂടി സെൻഡ് ചെയ്യണം. ഇതാണ് ഇതിലൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നിങ്ങളെ സിഫർ ടെക്സ്റ്റിൽ, ഓക്കെ, സിഫർ ടെക്സ്റ്റിൽ പ്ലെയിൻ ടെക്സ്റ്റിൽ യാതൊരു റിലേഷൻ ഇൻഫർമേഷനും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് വൺ ടൈം പാഡ് എന്താന്ന് ചോദിക്കാം. അപ്പൊ വൺ ടൈം പാഡ് എന്താന്ന് പറയാ, അതിന്റെ അഡ്വാൻറ്റേജസും പറയാ, അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ട് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഇത്രയും ഓക്കെ ആണോ വൺ ടൈം പാഡ്? ഓക്കെ ആണോ ജസ്ന, മസ്ന, ദേവിക? ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സിലെ കുറച്ച് മെത്തേഡ്സ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? വൺ ടൈം പാഡ്, വിറ്റ്നസ് സിഫർ, ഹിൽ സിഫർ, സീസർ സിഫർ, മോണോ ആൽഫബറ്റിക് സിഫർ. എക്സാമിന് ഏതെങ്കിലും ഒരു സിഫർ എന്തായാലും ചോദിക്കും. Now the next one, transposition cipher. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സിഫർ അല്ലെങ്കിൽ എൻക്രിപ്ഷനെ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു ടൈപ്പ് ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ട്രാൻസ്പോസിഷൻ സിഫർ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ എന്താണ്, പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ലെറ്ററിന് എന്താ റീപ്ലേസ് വിത്ത് another letter or another symbol. Okay, and അതിന്റെ അണ്ടറിലുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. Now next is transposition cipher. Here it does not substitute one symbol for another. Instead it changes the location of the symbol. ഇവിടെ എന്താണ്, പ്ലെയിൻ ടെക്സ്റ്റിലെ ലെറ്റേഴ്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ, your plain text is A, B, C. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു, C, A, B. ഈ ടൈപ്പ് ടെക്നിക്കാണ് ട്രാൻസ്പോസിഷൻ സിഫർ.
ആൻഡ് ഇതിൻ്റെ അണ്ടറിൽ രണ്ട് ടെക്നിക്സ് ഉണ്ട്, റെയിൽ ഫെൻസ് ആൻഡ് കൊളുംനാർ ട്രാൻസ്പോസിഷൻ. Rail fence and columnar transposition. Okay. The first one, rail fence. So this is the simplest cipher. Okay, the simplest cipher. So in which here the plain text is written down as a sequence of diagonals and then read off as a sequence of row. നിങ്ങൾക്ക് അറിയാം ഇത് ട്രാൻസ്പോസിഷൻ ആണ്. നമ്മൾ ലെറ്റേഴ്സിന് എന്താണെന്ന് റീ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, പ്ലെയിൻ ടെക്സ്റ്റിനെ എങ്ങനെ റിട്ടേൺ ചെയ്യുന്നു, ഡൗൺ ആസ് എ സീക്വൻസ് ഓഫ് ഡയഗണൽസ്, ദെൻ റീഡ് ഓഫ് ആസ് എ സീക്വൻസ് ഓഫ് റോസ്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഹിയർ വൺ ദ എക്സാമ്പിൾ, അവർ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് മീറ്റ് മീ ആഫ്റ്റർ ദ ടോഗ പാർട്ടി. മീറ്റ് മീ ആഫ്റ്റർ ദ ടോഗ പാർട്ടി. ആൻഡ് ഇവിടെ ഒരു ടേം കൂടി നിങ്ങൾ പഠിക്കും, ഡെപ്ത്. ഓക്കെ, ഹിയർ ഡെപ്ത് ഈസ് 2. ഡെപ്ത് എന്ന് പറയുന്നത് 2 ആണ്. അതിന്റെ മീനിങ് രണ്ട് റോ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇവിടെ പ്ലോട്ട് ചെയ്യും. ഡെപ്ത് 2 ആണെങ്കിൽ ഒരു ജസ്റ്റ് ലൈൻ പ്ലോട്ട് ചെയ്യും. അപ്പൊ രണ്ട് റോ കിട്ടും അല്ലേ, 1 2. ഓക്കെ, ദെൻ ഫസ്റ്റ് ലെറ്റർ, പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും, എബോ ദ ലൈൻ എഴുതും, ഇവിടെ M. ഓക്കെ, സെക്കൻഡ് ലെറ്റർ ബിലോ ദ ലൈൻ, ആൻഡ് തേർഡ് ലെറ്റർ എബോ ദ ലൈൻ, ആൻഡ് ഫോർത്ത് ലെറ്റർ ബിലോ ദ ലൈൻ. ഓക്കെ, ഡെപ്ത് 2 ആണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു ലൈൻ പ്ലോട്ട് ചെയ്യും. ആൻഡ് പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും, എബോ ദ ലൈൻ, സെക്കൻഡ് ബിലോ ദ ലൈൻ, ആൻഡ് എബോ ദ ലൈൻ, ബിലോ ദ ലൈൻ. ഈ ഒരു വേയിൽ എന്ത് ചെയ്യും, പ്ലെയിൻ ടെക്സ്റ്റിനെ നിങ്ങൾ റൈറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇങ്ങനെ റീഡ് ചെയ്യും. ഫസ്റ്റ് എന്താ, ആ ലൈനിലെ എബോയിലുള്ള എല്ലാ ലെറ്ററും റീഡ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ചെയ്യും, MEMATRHTGPRY. ദെൻ ബിലോയിലുള്ള എല്ലാ ലെറ്റേഴ്സും എടുത്തെഴുതും, ETEFETEOAAD. This is the cipher text. Okay ആണോ, rail fence? Is this clear? നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലേ? ശ്രീഷ്മ, ദേവിക, മസ്ന? Okay. Now, ഇതിന്റെ ഡീക്രിപ്ഷൻ പാർട്ട് നോക്കാം. ഫസ്റ്റ് വേണ്ടത് യുവർ സിഫർ ടെക്സ്റ്റിനെ കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് യുവർ സിഫർ ടെക്സ്റ്റ്. ഒന്ന് കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഡെപ്ത് 2 ആണ്. റിസീവറിന്റെ കയ്യിലും അറിയാം ഡെപ്ത് എത്രയാണെന്ന്. ഓക്കെ, അപ്പൊ ഡെപ്ത് 2 ആണ്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കും. ഡെപ്ത് 2 ആയതുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുക. ജസ്റ്റ് ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ദെൻ സിഫറിലെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും, ഞാൻ എബോ ദ ലൈൻ എഴുതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ, അടുത്ത ലൈനിന്റെ ബിലോ ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ടു. അടുത്ത ലെറ്റർ എവിടെ എഴുതി, ഈ ഒരു പൊസിഷനിൽ എഴുതി.
ദെൻ ഇവിടെ ഒരു ഹൈഫൺ ഇട്ടു. തേർഡ് ലെറ്റർ എന്താ ഈ ഒരു പൊസിഷനിൽ എഴുതി. ഇവിടെ ഒരു ഹൈഫൺ ഇട്ടു. ദെൻ ഇവിടെ ഒരു അടുത്ത ലെറ്റർ ഇവിടെ എഴുതി. ഈ ഒരു വേൽ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. ഇതുവരെ ഈ 23 ലെറ്റേഴ്സ് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഓരോ ടൈപ്പ് നമ്മൾ എഴുതുമ്പോഴും കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുമ്പോഴും ഈ ഹൈഫൺ കൂടി കൗണ്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 2 3 4 5 6 7 8 9 10. സോ ഇങ്ങനെ കൗണ്ട് ചെയ്യാം. 23 കിട്ടുമ്പോൾ എന്താ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ചെക്ക് ചെയ്യാം എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത്. വൈ എന്ന് പറയുന്ന ലെറ്റർ നിന്നാണ് സ്റ്റോപ്പ് ചെയ്തത്. റൈറ്റ്, ഹിയർ ഇസ് ദ വൈ. ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് റിമൈനിങ് ലെറ്റർ. ഈ റിമൈനിങ് ലെറ്റർ എവിടെ എഴുതും? ഈ ഹൈഫൺ ഇട്ട സ്ഥലത്ത് റിമൈനിങ് ലെറ്റർ എഴുതും. ദാറ്റ് ഈസ് ഇ ടി ഇ എഫ് ഇ ടി ഇ ഒ എ എ ടി. ഓക്കെ, നിങ്ങൾക്കൊരു ടേബിൾ കിട്ടും. ഇനി എങ്ങനെയാണ് വാല്യൂ നമ്മൾ റീഡ് ചെയ്യുന്നത്? എലമെന്റ് ഡയഗണലി റീഡ് ചെയ്യുക. ദാറ്റ് മീൻസ് meet me after the toga party. ഓക്കെ, ഫസ്റ്റ് വേണ്ടത് സിഫർ ടെക്സ്റ്റിന്റെ കൗണ്ട് ചെയ്യുക. ദെൻ ഡെപ്ത് എത്രയാ നോക്കുക. സോ ഡെപ്ത് 2 ആണെങ്കിൽ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യണം? ആ ലൈനിന് എബോ എഴുതുക. ദെൻ ബിലോ എന്താ ജസ്റ്റ് ഒരു ഹൈഫൺ ഇടുക. അടുത്ത ലെറ്റർ എന്ത് ചെയ്യണം? എബോ ദ ലൈൻ പ്ലേസ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ടോട്ടൽ കൗണ്ട് കിട്ടുന്ന ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ എവിടെയാണോ എബോ അല്ലെ, ഈ ലൈനിന് എബോയിലുള്ള ലെറ്റർ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിനുശേഷമുള്ള ലെറ്റർ എവിടെ എന്ത് ചെയ്യണം? ലൈനിന് ബിലോയിലുള്ള ഹൈഫണിൽ അവിടെ ഫില്ല് ചെയ്യാം. ദെൻ എലമെന്റ് ഡയഗണലി റീഡ് ചെയ്യാം. ദെൻ വി ഗെറ്റ് ദി പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ ആണോ? ഡീക്രിപ്ഷൻ ഓക്കെ ആണോ? ദേവിക, ജസ്ന, ശ്രീഷ്മ, അതിൽ, വിഷ്ണു, കാർത്തിക്, write on the question. Encrypt the message hello STM using Railfence cipher. Here depth is 2. Sorry, depth is 3. So this is a very plain text. Hello STM. Here depth എന്താണ്? 3 ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് വേണം? എൻക്രിപ്ഷന്റെ കേസിൽ ഫോർ എൻക്രിപ്ഷൻ ഡെപ്ത് 3 ആയതുകൊണ്ട് 3 റോസ് വേണം അല്ലേ? അപ്പോൾ 2 ലൈൻ വരയ്ക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് എച്ച് ഇവിടെ പ്ലേസ് ചെയ്യും, ഇ ഇവിടെ പ്ലേസ് ചെയ്യും, എൽ ഇവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, ദെൻ എൽ ഇവിടെ പ്ലേസ് ചെയ്യും, ഒ ഇവിടെ പ്ലേസ് ചെയ്യും, എസ് ഇവിടെ പ്ലേസ് ചെയ്യും, ദെൻ ടി ഇവിടെ പ്ലേസ് ചെയ്യും, എം ഇവിടെ പ്ലേസ് ചെയ്യും. Then first row read ചെയ്യാം H L T. Then second row E O M and third row L S. So this is a cipher text. This is a cipher text.
ഓക്കെ, ഇനി ഡീക്രിപ്ഷൻ നോക്കിയേ. ഡീക്രിപ്ഷൻ ഫസ്റ്റ് എന്ത് വേണം? കൗണ്ട് ചെയ്യാം അല്ലെ, നമ്പർ ഓഫ് ലെറ്റർ 1 2 3 4 5 6 7 8. എഗെയിൻ എന്താ, ഒരു ടേബിൾ വരയ്ക്കാം, 2 റോ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് എന്ത് വേണം? എച്ചിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ദെൻ ഇവിടെ ഹൈഫൺ ഇടാം, ഇവിടെയും ഹൈഫൺ ഇടാം. ഓക്കെ, ദെൻ എല്ലിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ദെൻ ഇവിടെ ഹൈഫൺ ഇടാം, ഇവിടെയും ഹൈഫൺ ഇടാം. ദെൻ ടീനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 ആണ്. 7 ഇവിടെ ഒരു ഹൈഫൺ കൂടി ഇട്ടാൽ 8 ലെറ്റർ ആവും. ദെൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നോ ഫസ്റ്റ് എന്താണ്? HLT ആണ് അല്ലേ, ഇതുവരെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി ഈനെ ഇവിടെ പ്ലേസ് ചെയ്യാം, ഓനെ ഇവിടെ പ്ലേസ് ചെയ്യാം, എമ്മിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. സെക്കൻഡ് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാലൻസ് എന്താണ്? LS. എല്ലിനെ ഇവിടെ പ്ലേസ് ചെയ്യാം, എസിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഡയഗണലി റീഡ് ചെയ്യാം. എങ്ങനെ റീഡ് ചെയ്യാം? LO STM, LO STM. This is the plain text. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഓക്കെ അല്ലേ? എനിക്ക് ഏത് ഡെപ്തിൽ തന്നാലും നിങ്ങൾ റൈറ്റ് ചെയ്യില്ലേ? ദ സെയിം ക്വസ്റ്റ്യൻ ഡെപ്ത് 4 ഒന്ന് ചെയ്തേ. സെയിം പ്ലെയിൻ ടെക്സ്റ്റ് ഡെപ്ത് 4. സിഫർ ടെക്സ്റ്റ് എന്താണെന്നും പ്ലെയിൻ ടെക്സ്റ്റ് സിഫർ ടെക്സ്റ്റ് പറയാം. ദെൻ ബാക്ക് ടു ഡീക്രിപ്ഷൻ ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് എന്താന്ന് പറയാം. പെട്ടെന്ന് ചെയ്തോ. ആൻസർ എന്താ? ഡെപ്ത് 4 ആണ്. സോ 4 റോസ് വേണം. അപ്പൊ 3 ലൈനിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്യണം. What is the cipher text? ആൻസർ കിട്ടിയാൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. HOEL. ഓക്കെ, വെരി ഗുഡ്. സോ ഡെപ്ത് 4 ആണല്ലേ. ഇപ്പൊ 3 ലൈൻ വരയ്ക്കും. 3 ലൈൻ. ഫസ്റ്റ് ലെറ്റർ ഇവിടെ റൈറ്റ് ചെയ്യും, സെക്കൻഡ് ഹിയർ, തേർഡ്, ഫോർത്ത്. ഓക്കെ, ദെൻ
ഒയുടെ റൈറ്റ് ചെയ്യും, എസ് ഇവിടെ റൈറ്റ് ചെയ്യും, ടിയുടെ റൈറ്റ് ചെയ്യും, എം യുടെ റൈറ്റ് ചെയ്യും. ഫസ്റ്റ് റോ റീഡ് ചെയ്യാം. എച്ച് ഒ, ദ സെക്കൻഡ് റോ ഇ എസ്, തേർഡ് റോ എൽ ടി ആൻഡ് ഫോർത്ത് റോ എൽ എം. ഓക്കെ, ദെൻ ഇതിന്റെ ഡീക്രിപ്ഷൻ ചെയ്യാം. The cipher text HOESLTLM, depth is for plain text. ഇന്ന് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു വരാം. ഓക്കെ, ഇതുവരെ എല്ലാ മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത മെത്തേഡ് ഡിസ്കസ് ചെയ്യാം.